എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ്ങിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് പിള്ളേർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, വലിയവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഓവനിലൊരു 2 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ 2 മിനിറ്റ് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അടുപ്പയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ വേണം, ഒരു ടീസ്പൂണ് ഹണിയും വേണം. അപ്പോൾ ഞാനതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് ഈ നേന്ത്രപ്പഴം ഞാനിത് പുഴുങ്ങിക്കൊണ്ട് വരാം. അപ്പം ഞാൻ 2 നേന്ത്രപ്പഴം പുഴുങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനെങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ആകെ 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത് ഹണിയാണ്, പിന്നെ ഇത് ഒരു 2 ടേബിൾ സ്പൂണ് തേങ്ങ. അപ്പം ഞാനിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഹണി ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഒരെണ്ണേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇച്ചിരി മധുരമില്ലാത്ത പഴമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ പെട്ടെന്ന് കഴിച്ചോളും. അപ്പം എല്ലാവർക്കും കഴിക്കാം. അപ്പം ഞാനിതെങ്ങനെ എടുത്ത് കഴിക്കണ്ടേ എന്നുള്ളത് കാണിച്ചു തരാം. കഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എടുക്കുക, തേങ്ങയിൽ മുക്കിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.